ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരണ്ടേ, അപ്പോൾ റേച്ചലിൻ്റെ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് എറണാകുളത്തുള്ള ചിയാങ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ചെന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഷീമാട്ടിയിലേക്ക് പോയി. ഷീമാട്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓണം ദാ എത്തിപ്പോയി എന്നുള്ളതിന് തെളിവായിട്ട് ദേ മാവേലി തമ്പുരാൻ്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേ അകത്തോട്ട് കിടക്കുകയാണ്. അകത്ത് കയറിയിട്ട് ആദ്യം എൻ്റെ കണ്ണ് പോയത് ദേ ഈ സ്റ്റാച്ചുവിൽ എടുക്കുന്ന ഈ ഡ്രസ്സ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ കളർ കോമ്പിനേഷൻ. അതുപോലെ ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തപ്പി ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ വല്ലതുണ്ടോ എന്ന് നോക്കിപ്പോയി. പക്ഷേ മെറ്റീരിയൽസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സെറ്റ് പോലത്തെ തുണികളും ഡാവണിക്ക് വേണ്ടിയിട്ടുള്ള തുണികളും അങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും നമുക്കൊരു പ്ലാനിലുണ്ടായില്ല. പിന്നെ കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസൊക്കെ കണ്ടു. അപ്പോൾ അതിൽ ഒരു 1-2 ഇഷ്ടപ്പെട്ടെടുത്തു. മെറ്റീരിയൽസിൻ്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ലിഫ്റ്റിൽ പോകുമ്പോഴാണ് ഈ ഒരു ഫ്ലോർ കണ്ടത്. ഇവിടെ സ്പെഷ്യലായിട്ട് 50,000 എബോവ് ആയിട്ടുള്ള വെഡ്ഡിങ് ഡ്രസ്സസാണ് ഈ ഒരു ഫ്ലോറിൽ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡെക്കറേഷൻസും ഇൻറ്റീരിയർ ഡെക്കറേഷൻസൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ ഈ ഒരു ഫ്ലോറിൽ വീഡിയോ അലൗഡ് അല്ല. അതായത് അവരുടെ അകത്തോട്ട് കടന്ന് അവരുടെ ഡ്രസ്സുകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ വീഡിയോ ഇല്ലാതെ ഞങ്ങളെല്ലാം കയറി കണ്ടു. നല്ല കളക്ഷൻസ് ആയിരുന്നു. ഈ ഫ്ലോറിൽ എവിടെ നോക്കിയാലും ആൻറ്റിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് കേട്ടോ കാണാൻ കഴിയുക. ഈ വിൻറ്റേജ് ഹോഴ്സിനെയൊക്കെ കണ്ടോ, എന്ത് ഭംഗിയായിട്ട് അത് സ്കൾപ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. അത് ആ കറക്റ്റ് പ്ലേസിൽ തന്നെ അതിനോട് ചേർന്ന് വാൾ പെയിൻറ്റിങ്ങും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു. ഇതൊരു അയൺ ലാമ്പാണ്, പണ്ട് കാലത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന അയൺ ലാമ്പ്. അപ്പോൾ എനിക്ക് ലിഫ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ മെൻസ് വെയറിൽ ഓണം സ്പെഷ്യലായിട്ട് വന്നേക്കുന്ന ഷർട്ടുകളാട്ടോ ഇതൊക്കെ. അങ്ങനെ റിച്ചുവിനൊരു മെറ്റീരിയലൊക്കെ കിട്ടി. അത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അങ്ങനെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് ഞങ്ങളതേ പോകാൻ പോവാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് റേച്ചലിൻ്റെ ടങ്കാർഡ് റിമൂവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നു ടങ്കാർഡ് റിമൂവ് ചെയ്തു. ഇപ്പോൾ 6 months ആയി ഇതിട്ടിട്ട്. ഇനി ടീത്ത് എക്സ്പാൻഡറാണ് ഇടാൻ പോകുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇടാം. പിന്നെ ഒരു പല്ലെടുത്തു. അപ്പോൾ ടീത്ത് എക്സ്പാൻഡറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.